ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഷിജാസിന്റെ ഓട്ടിസം യാത്ര എന്ന ഒരു വീഡിയോ 1-2 ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ ഡോക്ടർമാർ തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികളായി നന്നായി ഇടപഴകുക, കുട്ടികളായി ഓടിച്ചാടി കളിക്കുക, കുട്ടികളായി നന്നായി പെരുമാറുക, കുറെ അത്യാവശ്യം കുറച്ച് ട്രെയിനിങ്ങുകളും തന്നിട്ടാണ് നമ്മളെ വിട്ടാക്കിയത്. അപ്പോൾ ഇവർ പാലക്കാട് ടൗണിലാണ് ഷിജുക്കുട്ടനും എൻ്റെ പെങ്ങളൊക്കെ ഇരിക്കുന്നത്. അവിടെ സ്ഥലക്കുറവുണ്ട് ഓടിക്കളിക്കാനും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ വീട് ഒരു 20 കിലോമീറ്റർ ദൂരത്താണ്, എരുമിയൂർ പറയും, തറവാട്. അപ്പോൾ അവിടേക്ക് ഇവരിനെ കൊണ്ടുവന്നു. ഷിജുക്കുട്ടനും ഉമ്മയും എല്ലാവരും കൂടി ഇവിടെ വന്ന് താമസം തുടങ്ങി. ഒരു 1.5 വർഷം താമസം തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അവിടെ എങ്ങനെ ചെയ്ത് പറഞ്ഞാൽ, ഒരു റൂമിൽ സ്കൂളിലൊക്കെ ഇപ്പോൾ പൂമ്പാറ്റിയും ചിത്രങ്ങളും ചെടികളൊക്കെ വരച്ചിലൊക്കെ വെക്കില്ല, എന്നമാതിരി ഒരു റൂമിൽ മുഴുവൻ അങ്ങനെയൊക്കെ വെച്ച് അന്നൊക്കെ കളർ ചിത്രങ്ങളൊക്കെ വരഞ്ഞു വെച്ച്, പിന്നെ ഒരുപാട് പലതരം കളിപ്പാട്ടങ്ങൾ, ടോയ്സ് അതൊന്നും ഇവിടെ കിട്ടില്ല. ബാംഗ്ലൂരാണ് ഇങ്ങനെ ബിൽഡിംഗ് സെറ്റുകൾ, അങ്ങനെ പലതരം കളിപ്പാട്ടങ്ങളുണ്ട്. ഈ കുട്ടികളുടെ ബുദ്ധി വികാസത്തിനുള്ള പല കളിപ്പാട്ടങ്ങൾ, അതൊന്നും ഇന്നിവിടെ കിട്ടാറില്ല. ഈ പാലക്കാടും കോയമ്പത്തൂരിൽ നിന്നും കിട്ടില്ല, ബാംഗ്ലൂര് അത്ര കിട്ടുക. നമ്മളൊക്കെ അന്ന് ഇത് എന്തിനാണ് അങ്ങനത്തെ കളിക്കുന്ന സാധനങ്ങളൊക്കെ എന്നാണ് അത് കിട്ടുമ്പോൾ വിചാരിച്ചത്. അന്ന് അവിടെ നിന്നൊക്കെ കുറെ വാങ്ങിക്കൊണ്ടുവന്ന്, അതിനൊക്കെ നല്ല വിലയും ഉണ്ട് അന്ന് തന്നെ. അതൊക്കെ കൊണ്ടുവന്ന് അതിൽ കളിപ്പിക്കുക. പിന്നെ വീട്ടിൽ തന്നെ ഈ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ട് അടുത്ത വീട്ടിലെ കുട്ടികൾ വരും. പിന്നെ എൻ്റെ സഹോദരൻ്റെ മക്കള്, പേരക്കുട്ടികൾ, അതിറ്റൊക്കെ അങ്ങനെ അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ കളിക്കാൻ തറവാട്ടിൽ. അപ്പൊ അതിൻ്റെ കൂടെ അവൻ ഓടിക്കളിക്കും. അപ്പൊ ഇതിനെല്ലാം ഒരു ടൈം ടേബിളാണ്. രാവിലെ എണിച്ച് അവനെ വെയിൽ കൊള്ളിപ്പിക്കും, എണ്ണ തേച്ച് കുളിപ്പിക്കും. അത് കഴിഞ്ഞാൽ ഓരോ കളികളുണ്ട്. ഈ നാരങ്ങാപ്പാല്, പിന്നെ കള്ളനും പോലീസ്, പൊത്തിക്കളി, പിന്നെ കുടുകുടു മച്ചാൻ പൊണ്ണുണ്ടോ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരുപാട് കളികളുണ്ട്. ആ കളികളൊക്കെ അങ്ങനെ ഒരുപാട് കളികളുണ്ട്. നൊണ്ടിക്കളി, അങ്ങനെ ഒരുപാട് പണ്ടത്തെ കളികളൊക്കെ കളിക്കും. ഈ കുട്ടികളൊക്കെ ഇതിൻ്റെ കൂടെ കൂടും. നമ്മൾ ഇവര് ഷിജുക്കുട്ടൻ്റെ ഉമ്മയും കുട്ടികളുടെ മാതിരി ഇങ്ങനെ ഒപ്പം ഇതിൻ്റെ കൂടെ കളിക്കുക തന്നെ, പിന്നെ മുന്നോട്ട് കൊണ്ടുവരണമല്ലോ. അതിന് കുറെ കുട്ടി സിംഗടികളും ഉണ്ടാവും പിന്നാലെ. അങ്ങനെ നന്നായിട്ട് ഇവന് നന്നായി പെരുമാറി. ഇവനൊക്കെ അന്ന് അങ്ങനെ നടക്കുക പറഞ്ഞാൽ കാല് ഫുള്ള് താഴ്ത്ത് വെക്കില്ല. നേരത്തെയൊക്കെ ഫുള്ള് താഴ്ത്ത് വെച്ചിട്ട് നടക്കുക. പിന്നെ അവൻ ഈ പടം മാത്രം വെക്കും, കുതിഭാഗം പൊക്കിയിട്ടാണ് നടക്കുക. അതിനിപ്പോൾ കാലിൽ കല്ല് കുത്തിയിട്ടാണെന്നും അറിയില്ല, എന്താണെന്ന് അറിയില്ല. ചില ഓട്ടിസം കുട്ടികളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഇവ മോശം അവസ്ഥയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു വളരെ. അപ്പം ഞങ്ങൾ മണലിൽ കൂടെ നടത്തുക, കല്ലിൽ കൂടെ നടത്തുക, ചെരുപ്പില്ലാണ്ട് നടത്തുക, അതൊക്കെ ഒരു മണ്ണിൽ കളിപ്പിക്കുക, മണലിൽ കളിപ്പിക്കുക. അന്ന് വീട് കെട്ടാൻ വേണ്ടിയിട്ട് മണൽ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലൊക്കെ ഉരുതി കളിക്കുക. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ വെച്ചിട്ട് ഉരുതുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് മുകളിൽ കയറ്റി പിന്നെ അതൊന്ന് ഉരുതി കളിക്കുക. അങ്ങനെ പല കളികൾ. വലിയ മരത്തിൽ കയറ് കെട്ടി ഊഞ്ഞാല്, അതിൽ നന്നായി ആടും. അങ്ങനെ അവൻ്റെ വെയിറ്റൊക്കെ കുറഞ്ഞിട്ടായിരുന്നു, അങ്ങനെ അതിലാടി കളിക്കുക. അങ്ങനെ ഒരു പാർക്ക് മാതിരി സെറ്റ് ചെയ്ത് ഒരു ടൈം ടേബിൾ രാവിലെ തുടങ്ങി രാത്രി വരയ്ക്ക് ഇന്നെ ചെയ്യിപ്പിക്കുക. പിന്നെ ബലൂൺ ഒതിപ്പിക്കല്, അതുപോലെ പീപ്പി ഒതിപ്പിക്കല്, ബിസിൽ ഒതിപ്പിക്കല്, ഈ പസിൽസ് കോർക്കല്, പാസി കോർക്കല്, അതേമാതിരി മെഴുകുതിരി കുതിക്കല്, അങ്ങനെ വെള്ളത്തിലുള്ള കളികൾ, അങ്ങനെ എല്ലാത്തിനും ഒരു ടൈം ടേബിളാണ് പഠിപ്പിക്കുന്നതിന്. പഠിപ്പിക്കുന്നവർ അങ്ങനെ വെറുതെ വരയിടും. ഇവർ പെൻസിലൊന്നും പിടിക്കില്ല. ഇതിങ്ങനെ പിടിക്കുമ്പോൾ അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും. അതേമാതിരി ഈ ഊതാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഊതില്ല, ചിലപ്പോൾ ഊതും. അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ വിടില്ല, ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിൾ വെച്ചിട്ട് കൃത്യമായി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതാണ് പണി. അങ്ങനെ അവനെ ഒരു 1.5 വർഷം വരെ ചെയ്ത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി. ചെറിയ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് സമാധാനമില്ല. ഈ സ്പീച്ച് തെറാപ്പിനെ അന്വേഷിച്ച് നടക്കണം. അങ്ങനെ പാലക്കാട് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്. അത് മാസത്തിൽ ഒരിക്കലേ കിട്ടുള്ളൂ. അവർക്ക് ഫുൾ തിരക്കാണ് അന്ന് തന്നെ. പിന്നെ ഞങ്ങൾ കോയമ്പത്തൂരാണ് ഇതിനെപ്പറ്റി അന്വേഷിച്ച് കൊണ്ട് നടക്കുന്നത്. അങ്ങനെ കോയമ്പത്തൂര് വരണുണ്ട് പറഞ്ഞു. അപ്പം അതിൻ്റെ അടുത്തേക്ക് പുക വെച്ചിട്ട് ഇരിക്കണം. ഇവൻ ഇങ്ങനെ കാണിച്ചു പറഞ്ഞ് ഇങ്ങനെ നോക്കും. അങ്ങനെ നമ്മുടെ കണ്ണിക്കൊന്നും നോക്കില്ല കുറേ കാലം. അപ്പൊ അതിനു വേണ്ടി ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആട്ടിന്റെ പാല് കൊടുക്കണം പറഞ്ഞ് അങ്ങനെ ഒരു ആട് വാങ്ങി. പിന്നെ ആട്ടിന് തീറ്റ കൊടുക്കും. ഇങ്ങനെ ഇല കൊടുക്കുമ്പോൾ ആട് ഇങ്ങനെ ഇതാക്കും. അപ്പൊ ഇവനിത് കൊടുക്കാൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ അതിന് നോക്കിയിട്ട് കൊടുപ്പിക്കും. അപ്പൊ അതൊക്കെ ഒരു രസമായിട്ട് അങ്ങനെ വളർത്തി. പിന്നെ ബ്രഹ്മിയില് സ്വർണത്തിന്റെ കമ്പി അടിച്ചു കയറ്റി തേനിൽ ഉരച്ചിട്ട് കൊടുക്കല്. പിന്നെ വയമ്പില് ബ്രഹ്മിനെ പിന്നെ ചെടികൾ വെച്ച് പിടിച്ചിട്ട് കെട്ടുമാതിരിയാണ് അവനെ ഉണക്കി കൊടുത്തത്. അതത്ര കൊടുത്തുന്നൊരു പിടുത്തില്ല. പിന്നെ മന്ത്രം, പള്ളി, അമ്പലം, ഇനി എന്താ പറയണത്, ആളുകൾ എന്ത് പറയുന്നു അതിന്റെ പിന്നാലെ കോടലായി. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയും മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തില് നമ്മ ബാക്കിയൊന്നും നോക്കില്ല, നമുക്ക് സമാധാനം കിട്ടുക എന്നാണ്.
ഇത് മാറാൻ എന്ത് വഴിയുണ്ടോ? ആളുകൾ പലതും പറയും, അതിന്റെ പിന്നാലെ കോടുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഞങ്ങളുടെ ജൂബിലി മിഷന് അനീഷ് ബാബു പറഞ്ഞ ഡോക്ടർ വിട്ടിട്ടുണ്ട് എവിടേക്ക്? ബാംഗ്ലൂർക്ക്. ഇയാളുടെ കാര്യമൊക്കെ ഞങ്ങൾക്ക് മറന്നു. ഞങ്ങൾക്ക് സിജുവിന്റെ മകൻ ശരിക്കും പറഞ്ഞ സ്വയബുദ്ധി ഇല്ലാന്ന് തന്നെ പറയാം ഈ ഇങ്ങനത്തെ ഒരു കാര്യത്തില്. ഈ ഡോക്ടറിനെ മറന്നുകൊണ്ടാണ് ഞങ്ങള് പിന്നെ പാലക്കാട് മാസം ഒരിക്കൽ മാത്രമേ അവർ തരുള്ളൂ സ്പീച്ച് തെറാപ്പി. കിട്ടുന്ന ഒരു മണിക്കൂർ അരമണിക്കൂർ എന്തോ കിട്ടും മാസത്തിലൊരിക്കൽ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കണം. ആ ഡോക്ടറിനെയൊക്കെ ഞങ്ങൾക്ക് മറന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കോയമ്പത്തൂർ അന്വേഷിച്ച് നടക്കുകയാണ്, സ്പീച്ച് തെറാപ്പിനെ കിട്ടുമോ എന്നുള്ളതിനെ പറ്റിയിട്ട് അന്വേഷിച്ച് നടക്കുകയാണ്. ഞങ്ങൾക്ക് കോയമ്പത്തൂർ ആഴ്ചയിലൊരിക്കൽ ഞങ്ങൾ സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോകും. അത് ആഴ്ചയിലൊരിക്കൽ. അവിടെ പോയി അവിടെ എന്താ നടക്കണമെന്ന് നമുക്കറിയില്ല. പക്ഷേ റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടാൽ എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കും. ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. മുത്തു കോർക്കലും മെഴുകുതിരി ഊതിക്കലും പിന്നെ ആപ്പിൾ ഓറഞ്ച് വെച്ചിട്ട് ഇതെന്താണ് ഏതാണെന്നുള്ള വേർതിരിച്ച് പറയുന്നതാണ് നമുക്ക് ഏകദേശം മനസ്സിലാകും. അവരധികം സംസാരിക്കുന്നില്ല. കാര്യം കഴിയും. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിയും. അവർ 300 250 ഫീസ് അത് വാങ്ങും. അടുത്ത ആഴ്ച വരെ പറയും. ഇതാ പറയുക. നമ്മൾക്കൊന്നും പറഞ്ഞു തരില്ല അവര്. തിരിച്ചവരുടെ അടുത്തൊന്നും ചോദിക്കാനും പറ്റില്ല. അവരൊക്കെ ഭയങ്കര ദേഷ്യക്കാരാണ്. കൃത്യസമയത്ത് പോകണം. അത് കഴിഞ്ഞ് അടുത്ത ടൈമിന് ആളുടെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മ ഇവിടുന്ന് രാവിലെ പോയാൽ മെല്ലെ എത്തുള്ളൂ. ഇന്നത്തെ മാതിരി റോഡൊക്കെ വളഞ്ഞും തിരിഞ്ഞിട്ടാണ് മെല്ലെ എത്തുള്ളൂ. ഒരു ദിവസത്തെ പണിയാണ്. അവിടെ പോയി വരുമ്പോഴേക്കും എല്ലാം ക്ഷീണിച്ച് ടയേർഡായിട്ടുണ്ടാവും. അങ്ങനെ ഒരു 3-4 മാസം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മുഖത്ത് നോക്കാത്ത കുട്ടികളെ ഇങ്ങനെ പാസി ഓർക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ ചെയ്യിപ്പിക്കുക, മെഴുകുതിരി ഊതിപ്പിക്കലൊക്കെ. അല്ലാണ്ട് അവർക്ക് അക്ഷരമൊന്നും പറഞ്ഞു കൊടുത്തൊരു കാര്യമില്ല. പക്ഷെ ഈ കാര്യം നമുക്ക് അവർ പറഞ്ഞു തരില്ല. അതാണ് അന്നത്തെ രീതി. ഇന്നത്തെ സമ്പ്രദായങ്ങളൊക്കെ മാറി ഇന്ന് അച്ഛനും അമ്മയ്ക്കൊക്കെ കുട്ടികളെ ഇരുത്തിയിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് കുട്ടികൾ ഈ ട്രെയിനിങ്, രക്ഷിതാക്കൾ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് അത് വിജയിച്ച ശേഷം പിന്നെ വന്നിട്ടാണ് അടുത്ത ട്രെയിനിങ്. ഇന്ന് കാലത്തൊക്കെ ആ രീതിയിലാണ് പോണത്. ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു 3-4 മാസം ഞങ്ങൾ പോയി. അപ്പൊ ഇത് ആഴ്ചയിൽ പോയി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടും ക്ഷീണവും കഷ്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അന്വേഷണങ്ങൾ ഇങ്ങനെ നടത്തിയപ്പോൾ അവിടെ പുതുതായി ആരംഭിച്ച ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്. ഓട്ടിസം കുട്ടികൾക്ക് മാത്രമുള്ള സ്പെഷ്യൽ സ്കൂളാണ്. നല്ല ട്രെയിനിങ്ങും നല്ല രീതിയൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ ചേർക്കാ പറഞ്ഞ് അന്വേഷിച്ച് അങ്ങനെ അവനെ അവിടെ ചേർക്കണം. അപ്പോഴേക്ക് സിജുക്കുട്ടനിക്ക് 3 വയസ്സായി. അങ്ങനെ അവിടെ അപ്പോൾ സിജുക്കുട്ടൻ്റെ ഉമ്മയും പപ്പയും ഒക്കെ അവിടെ റൂം, സ്കൂളിന്റെ ഒരു 100 മീറ്റർ 50 മീറ്ററിന്റെ ഉള്ളിലായിട്ട് ഒരു റൂമൊക്കെ വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിച്ച് സിജുക്കുട്ടനെ അവിടെ വിടുമായിരുന്നു. അങ്ങനെ അവിടെ അത്ര 1 വർഷം ഇരുന്നു അല്ലേ? അങ്ങനെ 1.5 വർഷമാണ് ആ സ്കൂളിൽ പോയത്. നല്ല സ്കൂളാണ്. കോയമ്പത്തൂർ ടീച്ചേഴ്സ് കോളനി പറയും. അവിടെ സഞ്ജീവിനി പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്കൂളാണ്. ഓട്ടിസം കുട്ടികൾ മാത്രം ഉണ്ടായിരുന്നത്. അവർ പുതുതായി തുടങ്ങിയതാണ്. നല്ല ട്രെയിനിങ് കൊടുക്കലും നല്ല ക്ലാസ്സുകളൊക്കെ ആയിരുന്നു. അമ്മമാർക്ക് കൊടുക്കില്ല, അമ്മമാരിന് ഉള്ളിക്കൊന്നും കയറ്റില്ല. നല്ല ട്രെയിനിങ് കൊടുക്കലൊക്കെ ആയിരുന്നു. അങ്ങനെ 1.5 വർഷത്തോളം ശുചിക്കുട്ടി ആ സ്കൂളിൽ ഇരുന്നു. ഇവരൊക്കെ വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ താമസിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ സിജുക്കുട്ടൻ എങ്ങനെ പറഞ്ഞാൽ അന്ന് ആഹാരങ്ങളൊന്നും കഴിക്കില്ല. അവൻ കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ സിജുക്കുട്ടൻ്റെ ഉമ്മാന്റെ വലിയൊരു പ്രശ്നമാണ്, ഇവൻ എൻ്റെ മകൻ സംസാരിക്കണമില്ല, ആഹാരമാണെങ്കിൽ ചോദിച്ചു വാങ്ങണമില്ല, അവൻ കൊടുത്താലേ കഴിക്കുള്ളൂ, കൊടുത്തില്ലെങ്കിൽ കഴിക്കൂല. അപ്പൊ ആ ഒരു ലെവൽ എൻ്റെ മകൻ എങ്ങനെ ആഹാരം കഴിക്കുന്നുള്ള ഒരേ സങ്കടമാണ്. പിന്നെ എന്തെങ്കിലും കയ്യിലിങ്ങനെ പൊട്ടണമെന്ന് ഇഷ്ടമല്ല. മാഗിയാണ് അന്ന് അവനക്ക് ആകെ ഇഷ്ടമുള്ളത്. അത് സ്പൂണിട്ട് ഇങ്ങനെ കഴിക്കും, കൈ വാരി കഴിക്കില്ല. മാഗിയെ കൊടുക്കുന്നത് ഭയങ്കര തെറ്റാണ്. അതിൽ ലഡ്ഡു ഈയോ ഒക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇന്നാണ് അത് ശാസ്ത്രീയമായി പറയുന്നത്. പക്ഷെ അന്നൊക്കെ അത് ഒരു ട്രെൻഡായ നല്ല ആഹാരമായിരുന്നു. അത് അവനക്ക് ഇഷ്ടമാണ്. അതൊക്കെ നിറയെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കഴിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇവന് സിജുക്കുട്ടൻ്റെ ഉമ്മാക്ക് ഏക സങ്കടം എൻ്റെ മകൻ ആഹാരവും കഴിക്കില്ല, ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരേ സങ്കടം. എന്നിപ്പോ അങ്ങനെ അവൻ പറഞ്ഞ ആഹാരം പൂട്ടി വെക്കണം, അത്രയാണ് അവൻ കഴിക്കുക. പൂട്ടി വെച്ചില്ലെങ്കിൽ ആർക്കും കിട്ടില്ല. ആ ലെവലാണ് ഇന്നിപ്പോ അവന്റെ സ്ഥിതി. ചിലപ്പോ അറിയുന്ന രീതിയിൽ അവൻ ചോദിക്കും, ചെറിയ ഭാഷകളിലൊക്കെ ചോദിക്കും, നമുക്ക് മനസ്സിലാവും. ഇനിയിപ്പോ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് പിക്ചർ കാർഡ് ഒട്ടിയിട്ടുണ്ട് ഇതിലൊക്കെ, സ്നാക്സിന്റെയും കുറ്റിപ്പുട്ടിന്റെയും അപ്പത്തിന്റെയും ചോറിന്റെയും കറിന്റെയും ഒക്കെ. അപ്പൊ അതിൽ തൊട്ട് കാണിച്ചു തരും. തൊട്ട് കാണിച്ചാൽ നമ്മ പൂട്ടി വെച്ചിരിക്കണം. എന്താ പറഞ്ഞ പിന്നെ അല്ലെങ്കിൽ എടുത്ത് കഴിക്കും. അപ്പൊ പൂട്ടി വെച്ചുകൊണ്ട് തൊട്ട് കാണിച്ചു തരും. അപ്പൊ തൊട്ട് കാണിക്കുമ്പോൾ നമ്മ ശുചിക്കുട്ടനേക്ക് എന്താണ് വേണ്ടത് ചോദിക്കുക. അവൻ അപ്പൊ അതിന്റെ പേര് അവനിക്ക് കിട്ടുന്ന രീതിയിലൊക്കെ പറയും. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മ പറയിപ്പിക്കും. അപ്പൊ അവൻ വീണ്ടും അത് പറയും. അങ്ങനെയാണ് ഇപ്പൊ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശുചിക്കുട്ടൻ അവിടെ ഒരു 4 വയസ്സ് വരെ 1.5 വർഷം ഇരുന്നു കോയമ്പത്തൂർ. അപ്പോഴേക്കും 4 വയസ്സ്, അവനിക്ക് ഏകദേശം 4 വയസ്സ് കഴിഞ്ഞു.
അപ്പൊ നോക്കിയപ്പോൾ ഇത് വലിയ വ്യത്യാസങ്ങളൊന്നും അവരിൽ കാണാനില്ല. ഒച്ചിന്റെ വേഗതയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ. എന്താ പറഞ്ഞ, ഇവനെ രാവിലെ സ്കൂളിൽ കൊണ്ടുവിടും, അവർ 3 മണിക്ക് വിടും. അവിടെ ഇവനിക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ കൊടുക്കും. പക്ഷെ അമ്മക്ക് ബാംഗ്ലൂരിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടി കുറച്ച് അറിവ് വെച്ചിട്ട് സിജിക്കുട്ടിന്റെ ഉമ്മയും കുറച്ച് ട്രെയിനിങ് വന്ന ശേഷം കൊടുക്കും എന്നല്ലാതെ അമ്മമാർക്ക് അവരൊരു ട്രെയിനിങ്ങും കൊടുക്കുന്നില്ല. ഇത് കുട്ടികളുടെ കൂടെ അതിരിക്കുന്നത് അമ്മമാരും രക്ഷിതാക്കളാണ്. ഈ സ്പീച്ച് തെറാപ്പിസ്റ്റുകളും ഇങ്ങനത്തെ ഡോക്ടർമാർ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്തു കൊടുക്കേണ്ടത് എന്താണ് പറഞ്ഞാൽ അമ്മമാർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്. ഈ കുട്ടികളെ എങ്ങനെ നിങ്ങൾ പഠിപ്പിക്കണം, എങ്ങനെയാണ് സ്പീച്ച് കൊടുക്കേണ്ടത്, ഓരോ തെറാപ്പി എങ്ങനെ കൊടുക്കണം എന്നുള്ള അവർക്കാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എന്നാലാണ് കുട്ടികളിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ഇവരെങ്ങനെ പറഞ്ഞാൽ നല്ല സ്കൂളൊക്കെയാണ്, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ രീതി അങ്ങനെയാണ്, വാതിലടച്ച് പഠിപ്പിക്കുന്ന രീതിയാണ്. അത് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളവിടെ കയ്യും കെട്ടി നിന്ന് അവർ പറഞ്ഞ് കേട്ടിട്ട് വരാനേ പറ്റുള്ളൂ. എന്താ പറയുക, അവർ പറഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല. അപ്പൊ നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ ഒരുവിധം ശ്രമിക്കുന്നുണ്ട്, ശ്രമിക്കാത്ത കേടൊന്നുമില്ല. നമ്മുടെ കുട്ടികളിൽ മാറ്റം ഉണ്ടായി വരണ്ടേ. എല്ലാ കുട്ടികളിലും പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകണമെന്നില്ലല്ലോ. ചില കുട്ടികളിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന കുട്ടികളും ഉണ്ട്. നമ്മുടെ സിജിക്കുട്ടൻ പറഞ്ഞാൽ അത്രയും വളരെ മോശം അവസ്ഥയിലായിരുന്നു. അതും കൂടി നമ്മൾ നോക്കണമല്ലോ. വളരെ മോശം അവസ്ഥയിലാണ്. ഓട്ടിസം കുട്ടികളുടെ ഏറ്റവും മോശം അവസ്ഥ പറഞ്ഞാൽ അത്രയും മോശം അവസ്ഥയിലായിരുന്നു അവന്. അപ്പൊ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സിജിക്കുട്ടന്റെ പപ്പാക്ക് ഇവിടെ കട, ഉമ്മ അവിടെ ഒറ്റയ്ക്കിരിക്കുക, പിന്നെ സിജിക്കുട്ടന്റെ ബാപ്പയും ഇടയ്ക്കിടയ്ക്ക് പോയി വരിക, കൂടെ തുണയ്ക്കൊരു കുട്ടിയും കൂടി ഉണ്ട്, അവളും കൂടി ആയിട്ടാണ് സിജിക്കുട്ടൻ്റെ ഉമ്മ അവിടെ ഇരിക്കുക. അങ്ങനെ ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടായി. ഇതൊന്നും വലിയ മാറ്റങ്ങളൊന്നും കയറി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങനെ 4 വയസ്സായപ്പോൾ ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് നിർത്തിയിട്ട് പാലക്കാട്ടേക്ക് തന്നെ വീണ്ടും വന്നു. അപ്പോൾ സിജിക്കുട്ടനെ പിന്നെ അങ്ങനെ പാലക്കാട് വന്ന് ഒരു നല്ലൊരു പ്ലേ സ്കൂളിൽ ചേർത്തി. അവിടെ അങ്ങനെ പറഞ്ഞാൽ അന്ന് തന്നെ മാസം 750 റുപ്യ ഫീസാണ്. നല്ല സ്കൂളാണ്, നിറയെ കുട്ടികളും നല്ല നല്ല കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുട്ടികളും സിജിക്കുട്ടൻ എല്ലാ കുട്ടികളുടെ കൂടെയും ചേർന്ന് കളിക്കില്ല. കുട്ടികളാണ് ഇവനെ ചേർത്തുമില്ല. ചേർത്തവരെ ഇവൻ പോവില്ല. ഒരിക്കൽ വരാണ്ടിരുന്ന പിന്നെ കുട്ടികളുടെ അടുത്ത് കുട്ടികൾ പിന്നെ ചേർത്തില്ലല്ലോ. ഇവൻ പുകാണ്ടിരുന്ന കുട്ടികൾ ഇവനെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ചേർത്തുമില്ല. അപ്പൊ സിജിക്കുട്ടി ഒരു ഭാഗത്തിരിക്കും, കുട്ടികൾ അവന്റെ ഭാഗത്ത് കളിക്കുന്നവർ കളിക്കും. എന്നാൽ ടീച്ചർമാരെന്ത് ചെയ്യണം, ഈ കുട്ടികളായിട്ട് ഇടപെട്ട് കളിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണ്ടേ. ഈ കുട്ടികളെ ചേർത്തി കളിക്കുന്നൊക്കെ പറഞ്ഞ് കൂടെ ചേർത്തി കളിപ്പിക്കണ്ടേ. അതിനൊന്നും അവർ നിൽക്കില്ല. അവരുടെ പാട്ടിന് പോകും, സ്കൂളിൽ ചേർത്തും ഫീസ് വാങ്ങും, പോകും. ഇവന്റെ പാട്ടിലിരിക്കും, കളിക്കുന്ന കുട്ടികൾ കളിക്കും. ഇങ്ങനെയുള്ള കുട്ടികൾ പറഞ്ഞാൽ മറ്റുള്ള കുട്ടികളായിട്ട് കളിക്കാൻ എല്ലാവരും മടിയായിരിക്കും. അപ്പൊ നമ്മള് അവിടെയുള്ള ടീച്ചർമാരും കുട്ടികളൊക്കെ ഇതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇവരെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകണം. അതിനുള്ള സാഹചര്യങ്ങളൊന്നും അവിടെ ഇല്ല, ആ ടീച്ചർമാരും ചെയ്യുന്നില്ല. അപ്പൊ സിജിക്കുട്ടൻ്റെ ഉമ്മാക്ക് ഇത് ദൂരെ നിന്ന് സ്ഥിരമായി കാണും, ഭയങ്കര സങ്കടം വരും. അവൻ മാത്രം ഒരു ഭാഗത്തിരിക്കും, ബാക്കി കുട്ടികളൊക്കെ കളിക്കുന്നതാണ്. ഈ ടീച്ചർമാരൊന്നും ഇതിന് യോജിപ്പിച്ച് കൊണ്ടുപോകണില്ല, വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ 1 വർഷം അങ്ങനെ കഴിഞ്ഞുപോയി എന്നല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും അവിടെ നിന്ന് ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ലത് സാധാരണ സ്കൂൾ തന്നെയാണ്. പക്ഷെ അതിന് അവിടെയുള്ള ടീച്ചർമാരും കുട്ടികളും എല്ലാവരും സഹകരിച്ച് നിൽക്കണം, ഇവനെ ചേർത്ത് പിടിച്ച് നിൽക്കണം. അത് അന്ന് കാലത്തില്ല, അവിടെ കണ്ടില്ല, സ്കൂളിൽ ആ ചേർത്ത് പിടിക്കലില്ല. അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ അതൊന്ന് മുഷിഞ്ഞ് ഇനി എന്താ വഴിയെന്ന് ആലോചിച്ച് ഇവനെ ചേർത്താണ്ടിരുന്ന പിന്നെ രക്ഷയില്ലല്ലോ, കുട്ടികൾ ചേർക്കാണ്ടിരുന്ന പിന്നെ രക്ഷയില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മളിനി സ്പെഷ്യൽ സ്കൂളിനെ പറ്റി ചിന്തിക്കുകയാണ്. അങ്ങനെ നമ്മൾ പിന്നെ സ്പെഷ്യൽ സ്കൂൾ അന്വേഷിച്ച് നടക്കുകയാണ്. പാലക്കാട് ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂളുണ്ടോ അങ്ങനത്തെ കുട്ടികൾക്ക് പറഞ്ഞാൽ അന്വേഷിച്ച് നടക്കണം. അപ്പൊ അതിന്റെ വീഡിയോകളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.